അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 24 ഞായറാഴ്ച. ഭരണവിരുദ്ധ വികാരം എന്ന പ്രചരണം ലവലേശം ജനങ്ങളെ സ്വാധീനിച്ചിട്ടില്ലെന്നും ചേലക്കരയിലേത് തിളങ്ങുന്ന വിജയമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുപ്രചരണങ്ങളെയും കടന്നാക്രമണങ്ങളെയും ജനം മുഖവിലേക്കെടുത്തില്ലെന്നും സർക്കാരിന്റെ ജനപിന്തുണയും അംഗീകാരവും കൂടുതൽ ദൃഢമാക്കുന്നതാണ് ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പാലക്കാട് വർഗീയതയ്ക്കെതിരെ വോട്ടുകൾ ലഭിച്ചെന്നും കൂട്ടിച്ചേർത്തു. മുനമ്പത്തെ താമസക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ പ്രശ്നം പരിഹരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുനമ്പം സമരസമിതിയുമായി ഓൺലൈനായി നടത്തിയ ചർച്ചയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം ഉറപ്പു നൽകിയത്. അതേസമയം സമരം നിർത്തണമെന്ന മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന മുനമ്പം സമരസമിതി തള്ളി. വഖഫ് ആസ്തി വിവരപ്പട്ടികയിൽ നിന്ന് ഭൂമി ഒഴിവാക്കും വരെ നിരാഹാര സമരം തുടരുമെന്ന് സമരസമിതി അറിയിച്ചു. ജുഡീഷ്യൽ കമ്മീഷനോട് സഹകരിക്കുമെന്ന് ഓൺലൈൻ യോഗത്തിൽ മുഖ്യമന്ത്രിയോട് അറിയിച്ച സമരക്കാർ നേരിട്ട് ചർച്ച നടത്തണമെന്നും ആവശ്യപ്പെട്ടു. വയനാട്ടിലെ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ് പ്രിയങ്ക ഗാന്ധി. തന്നിലർപ്പിച്ച വിശ്വാസത്തിനും സ്നേഹത്തിനും നന്ദിയുണ്ടെന്നും ഈ വിജയം നിങ്ങൾ ഓരോരുത്തരുടേതാണെന്നും പ്രിയങ്ക ഗാന്ധി എക്സിൽ കുറിച്ചു. നിങ്ങളുടെ സ്വപ്നങ്ങളും പോരാട്ടങ്ങളും മനസ്സിലാക്കുന്ന ഒരാളെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെന്ന് ഉറപ്പുവരുത്തുമെന്നും പാർലമെന്റിൽ വയനാടിന്റെ ശബ്ദമാകുമെന്നും പ്രിയങ്ക ഗാന്ധി കുറിപ്പിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ഐക്യജനാധിപത്യ മുന്നണി ഉജ്ജ്വല വിജയമാണ് നേടിയതെന്നും വോട്ടർമാർക്ക് നന്ദി അറിയിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഷാഫി പറമ്പിൽ 2021 വിജയിച്ചതിന്റെ 5 ഇരട്ടിയോളം ഭൂരിപക്ഷത്തിനാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചതെന്നും 18,000 എന്ന ഭൂരിപക്ഷം BJPയുടെയും CPMന്റെയും തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചവർക്ക് കൂടി അവകാശപ്പെട്ടതാണെന്നും സതീശൻ പറഞ്ഞു. ജനങ്ങൾ UDFനൊപ്പമാണെന്ന് തെളിയിച്ചുവെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയുടെ പരാജയത്തിലും വോട്ട് ചോർച്ചയുണ്ടായതിലും K സുരേന്ദ്രനെതിരെ ഒളിയമ്പുമായി BJP നേതാക്കൾ. പാലക്കാട് സംസ്ഥാന അധ്യക്ഷൻ നേതൃത്വം നൽകിയിട്ടും വോട്ട് ചോർന്നെന്ന് സന്ദീപ് വചസ്പതി ഫേസ്ബുക്കിൽ കുറിച്ചു. BJPയുടെ മേൽക്കൂര ശക്തിപ്പെടുത്തണമെന്ന് BJP നേതാവ് N ശിവരാജൻ പറഞ്ഞു. സംഘടനാ വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് K സുരേന്ദ്രനോട് ചോദിക്കണമെന്നായിരുന്നു BJP നേതാവ് B ഗോപാലകൃഷ്ണന്റെ പ്രതികരണം. CPMനെ പരിഹസിച്ച് VK ശ്രീകണ്ഠൻ MP. ബാലേട്ട ബാലേട്ട എവിടെ പോയി ബാലേട്ട എന്ന് AK ബാലനെ ട്രോളിക്കൊണ്ടായിരുന്നു ശ്രീകണ്ഠന്റെ പാട്ട്. പാലക്കാടിന്റെ ജനാധിപത്യ സ്വഭാവത്തെ തകർക്കാൻ ശ്രമിച്ചാൽ ഇതുപോലെ കരണക്കുറ്റിക്ക് അടികിട്ടുമെന്നും അദ്ദേഹം വിമർശിച്ചു. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചതിന് പിന്നാലെ വേറിട്ട ആഘോഷവുമായി പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. പാലക്കാട്ടെ CPMന് നീല ട്രോളി ബാഗ് പാഴ്സൽ അയച്ചുകൊണ്ടാണ് പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാഹുലിന്റെ വിജയം ആഘോഷിച്ചത്. പാലക്കാട്ടേക്കുള്ള സൂപ്പർ ഫാസ്റ്റ് ബസ്സിലാണ് പ്രവർത്തകർ ട്രോളി ബാഗ് കൊടുത്തുവിട്ടത്. BJPയെയും K സുരേന്ദ്രനെയും പരിഹസിച്ച് സന്ദീപ് വാര്യർ. BJP ഓഫീസിനെ കുറിച്ചാണെങ്കിൽ ചെകുത്താൻ കയറിയ വീട് എന്ന് പാടാമെന്നായിരുന്നു സന്ദീപ് വാര്യരുടെ പരിഹാസം. സന്ദീപിനൊപ്പം ആരുപോയി എന്ന K സുരേന്ദ്രന്റെയും BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന്റെയും ചോദ്യത്തിന് രജനീകാന്തിന്റെ ഡയലോഗ് ഉപയോഗിച്ചാണ് സന്ദീപ് വാര്യർ മറുപടി പറഞ്ഞത്. കണ്ണ പന്നീങ്ക താൻ കൂട്ടമാ വരും, സിംഗം സിംഗിള താൻ വരുമെന്നായിരുന്നു സന്ദീപ് വാര്യരുടെ ഡയലോഗ്. ഭരണഘടനാ വികാരം ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ലെന്ന LDF അവകാശവാദം ജനങ്ങളെയും ജനവിധിയെയും അപഹസിക്കുന്നതെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. KPCC ആസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രിയങ്ക ഗാന്ധി നേടിയ വിജയം മോദി പിണറായി സർക്കാരുകൾക്കെതിരെ ശക്തമായ താക്കീതാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പുകളിലെ ജനവിധി അംഗീകരിക്കുന്നുവെന്നും സർക്കാരിന് അനുകൂലമായ പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നതെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ. പാലക്കാട്ടെ UDFന്റെ വിജയം വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചാണെന്നും സരിൻ ഇടതുപക്ഷത്തിന് മുതൽക്കൂട്ടാവുമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. ജനങ്ങൾ BJPയുടെ നടുവൊടിച്ചെന്നും ഇനി ഈ പാർട്ടി കേരളത്തിൽ തലപൊക്കില്ലെന്നും KPCC പ്രസിഡന്റ് K സുധാകരൻ MP.
BJPയുടെ വർഗീയ പ്രചാരണത്തിനും പണക്കൊഴുപ്പിനും ഇതിലും വലിയ തിരിച്ചടി കിട്ടാനില്ലെന്നും വർഗീയതയിലൂന്നിയുള്ള പ്രചാരണം കൊണ്ട് മഹാരാഷ്ട്രയിൽ BJP നേട്ടമുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കേരളത്തിന്റേത് മതേതര മണ്ണാണെന്ന് BJP തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് മഴവിൽ സഖ്യം എന്ന MV ഗോവിന്ദന്റെ പ്രതികരണം വിചിത്രമെന്ന് ലീഗ് നേതാക്കളായ PK കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും. തകർപ്പൻ ജയം ചെറുതാക്കാനും മോശമാക്കി ചിത്രീകരിക്കാനുമുള്ള പ്രതികരണം ജനങ്ങൾ ചിരിച്ചു തള്ളുമെന്നും അവർ പറഞ്ഞു. പത്രങ്ങളിൽ ഇടതുമുന്നണി നൽകിയ വർഗീയ വിഷലിപ്ത പ്രചരണം ജനങ്ങളെ രോഷാകുലരാക്കിയെന്നും വർഗീയ പ്രചരണം ജനങ്ങൾ അംഗീകരിക്കില്ല എന്നതിന്റെ തെളിവാണ് ഈ ജനവിധിയെന്നും അവർ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഉജ്ജ്വല വിജയത്തിന് ശേഷം പാലക്കാട് നഗരത്തിൽ നടത്തിയ റോഡ് ഷോയ്ക്കിടെ കോൺഗ്രസ് നേതാവ് PC വിഷ്ണുനാഥ് കുഴഞ്ഞു വീണു. രാഹുൽ മാങ്കൂട്ടത്തിൽ, VK ശ്രീകണ്ഠൻ MP, സന്ദീപ് വാര്യർ, PK ഫിറോസ്, ഷാഫി പറമ്പിൽ തുടങ്ങിയവർക്കൊപ്പം തുറന്ന ജീപ്പിൽ കയറി വിജയം ആഘോഷിക്കുന്നതിനിടെയാണ് PC വിഷ്ണുനാഥിന് ദേഹാസ്വാസ്ഥ്യമുണ്ടായത്. ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയ PC വിഷ്ണുനാഥ് ആരോഗ്യനില തൃപ്തികരമായതിന് പിന്നാലെ വീണ്ടും ആഘോഷത്തിൽ പങ്കെടുത്തു. പ്രിയങ്ക ഗാന്ധിക്ക് വൻ ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ച വോട്ടർമാർക്ക് നന്ദി അറിയിച്ച് KC വേണുഗോപാൽ. ഗോവിന്ദൻ മാഷിന്റെ മുഖത്ത് BJP തോറ്റതിന്റെ വിഷമമാണെന്നും KC വേണുഗോപാൽ പരിഹസിച്ചു. BJPയെ തോൽപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അഭിനന്ദിക്കുകയാണ് MV ഗോവിന്ദൻ ചെയ്യേണ്ടിയിരുന്നതെന്നും വേണുഗോപാൽ അഭിപ്രായപ്പെട്ടു. മഹാരാഷ്ട്രയിലെ തോൽവി അംഗീകരിക്കുന്നുവെന്നും എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നവംബർ 26-27 തീയതികളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ഉത്തർപ്രദേശിലെ ഹത്രസിൽ ഫുഡ് ഗോഡൌണിൽ തെളിച്ച കീടനാശിനി ശ്വസിച്ച് 100-ലധികം കുരങ്ങുകൾ ചത്തെന്ന് പോലീസ്. ജഡം രഹസ്യമായി ഒരു വലിയ കുഴിയിൽ കുഴിച്ചിട്ടതായും പോലീസ് പറയുന്നു. കുഴിച്ചിട്ട ജഡം മൃഗഡോക്ടർമാരുടെ സംഘം പോസ്റ്റ്മോർട്ടത്തിനായി പുറത്തെടുത്തു. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലെ ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകർപ്പൻ വിജയം ഉറപ്പിച്ചതിന് പിന്നാലെ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസനവും സദ്ഭരണവും വിജയിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു. NDAക്ക് ചരിത്ര വിജയത്തിലൂടെ അധികാരം നൽകിയതിന് മഹാരാഷ്ട്രയിലെ ജനങ്ങൾക്ക് നന്ദി പറയുന്നതായും അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു. പ്രീണന രാഷ്ട്രീയത്തിലാണ് കോൺഗ്രസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കാൻ വഖഫിനെ അവർ കൂട്ടുപിടിച്ചെന്നും നരേന്ദ്രമോദി പറഞ്ഞു. മഹാരാഷ്ട്ര നിയമസഭയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം അവകാശപ്പെടാൻ അതിദയനീയമായ തോൽവി ഏറ്റുവാങ്ങിയ ഒരു പ്രതിപക്ഷ പാർട്ടിക്കും കഴിഞ്ഞേക്കില്ലെന്ന് റിപ്പോർട്ടുകൾ. 288 അംഗ നിയമസഭയിൽ 10% അല്ലെങ്കിൽ 29 സീറ്റുകളുള്ള ഒരു പാർട്ടിക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം അവകാശപ്പെടാൻ സാധിക്കും. എന്നാൽ മഹാവികാസ് അഘാഡി സഖ്യത്തിലെ ഒരു പാർട്ടിക്കും 29 സീറ്റുകൾ ലഭിച്ചിട്ടില്ല. നിലവിലെ കണക്കുകൾ പ്രകാരം പ്രതിപക്ഷത്തുള്ള ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയ്ക്ക് 20-ഉം കോൺഗ്രസിന് 16-ഉം ശരത് പവാർ വിഭാഗം NCPക്ക് 10 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അതേസമയം 236 സീറ്റുകളോടെ അധികാരത്തിൽ വന്ന മഹായുതി സഖ്യത്തിലെ BJPക്ക് 132-ഉം ശിവസേനയ്ക്ക് 57-ഉം NCPക്ക് 41-ഉം സീറ്റുകൾ ലഭിച്ചു. മഹാരാഷ്ട്രയിൽ മഹായുതി സർക്കാരിന്റെ മുന്നേറ്റം അമ്പരപ്പിക്കുന്നതാണെന്ന് വിലയിരുത്തൽ. വെറും 8 മാസം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് BJP സഖ്യം 3-2 ഭൂരിപക്ഷം നേടി അധികാരം നിലനിർത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 48 ലോക്സഭാ സീറ്റിൽ 17 മാത്രമാണ് BJP സഖ്യത്തിന് നേടാൻ കഴിഞ്ഞത്. മഹാരാഷ്ട്രയിലേറ്റ തിരിച്ചടിയിൽ വൈകാരികമായി പ്രതികരിച്ച് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ. മഹാരാഷ്ട്ര എന്നോടിത് ചെയ്തുവെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നും എങ്കിലും തെരഞ്ഞെടുപ്പിൽ ശിവസേനയെ പിന്തുണച്ച ജനങ്ങൾക്ക് നന്ദിയെന്നും ഉദ്ധവ് താക്കറെ പറഞ്ഞു. മഹാരാഷ്ട്രയിൽ NDA തരംഗമല്ല വോട്ടിന്റെ സുനാമി ഉണ്ടായതായാണ് മനസ്സിലാവുന്നതെന്നും എന്നാൽ ഇത്തരമൊരു ജനവിധിയുണ്ടാവാൻ എന്താണ് അവർ ചെയ്തതെന്ന് തനിക്ക് മനസ്സിലാവുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ JMM നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം ഭൂരിപക്ഷത്തിലെത്തിയതിന് പിന്നാലെ മക്കളോടൊപ്പമുള്ള ഫോട്ടോ സാമൂഹിക മാധ്യമത്തിലൂടെ പങ്കുവച്ച് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ. എന്റെ ശക്തി എന്നാണ് മക്കളുടെ ചിത്രം പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയത്.
തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ ജൻ സൂരജ് പാർട്ടിക്ക് ബീഹാറിലെ 4 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് മത്സരിച്ച 3 കെട്ടിവെച്ച കാശ് നഷ്ടമായി. 4-ൽ 3 ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 6-1 താഴെ വോട്ടുകൾ മാത്രമേ ജൻ സൂരജ് സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചുള്ളൂ. അതേസമയം 2025 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 243 സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രശാന്ത് കിഷോർ പറഞ്ഞു. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തിൽ എലോൺ മസ്കിനുള്ള സ്വാധീനത്തിൽ വലിയ ഉത്കണ്ഠ പ്രകടിപ്പിച്ച് മുൻ ജർമ്മൻ ചാൻസലർ ഏഞ്ചല മെർക്കൽ ഡൈസൈറ്റിൽ പ്രസിദ്ധീകരിച്ച ഓർമ്മക്കുറിപ്പുകളെ ഉദ്ധരിച്ച് ദി ഗാർഡിയനാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഓസ്ട്രേലിയക്കെതിരായ 1-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ മികച്ച ലീഡിലേക്ക്. 46 റൺസിന്റെ 1-ാം ഇന്നിംഗ്സ് ലീഡ് നേടിയ ഇന്ത്യ 2-ാം ഇന്നിംഗ്സിൽ ഓപ്പണർമാരായ യശസ്വി ജയ്സ്വാളിന്റെയും KL രാഹുലിന്റെയും അർദ്ധ സെഞ്ചുറികളുടെ കരുത്തിൽ 2-ാം ദിനം സ്റ്റമ്പെടുക്കുമ്പോൾ 2-ാം ഇന്നിംഗ്സിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ 172 റൺസ് എടുത്തിട്ടുണ്ട്. 90 റൺസുമായി യശസ്വി ജയ്സ്വാളും 62 റൺസോടെ KL രാഹുലും ക്രീസിലുണ്ട്. 10 വിക്കറ്റ് കയ്യിലിരിക്കെ ഇന്ത്യക്കിപ്പോൾ 218 റൺസിന്റെ ലീഡുണ്ട്. നേരത്തെ 67-7 എന്ന നിലയിൽ 1-ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് തുടർന്ന ഓസീസ് 104 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.